യുദ്ധ സാഹചര്യം രൂക്ഷമാകുന്നതിനിടെ ആശങ്ക നിറയ്ക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്ത്. ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതായി ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീമിന്റെ റിപ്പോർട്ട്. നെതന്യാഹു പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും US പ്രതിനിധികളുമായുള്ള ചർച്ച അവസാന നിമിഷം മാറ്റിവെച്ചതും വസതിക്ക് ചുറ്റും സുരക്ഷ വർദ്ധിപ്പിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട്. വ്യക്തിഗത ചാനലിൽ ദിവസേന 3-4 വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന നെതന്യാഹു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 3 ദിവസമായെന്നാണ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വീടിന് ചുറ്റുമുള്ള സുരക്ഷാ പരിധി വർദ്ധിപ്പിച്ചു. ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും നടത്താനിരുന്ന ഇസ്രായേൽ സന്ദർശനം റദ്ദാക്കിയതും ഇതുമായി ബന്ധപ്പെടുത്തിയാണ് ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ടെല്ലവീവിൽ ഇറാനിയൻ വ്യോമാക്രമണത്തിൽ നെതന്യാഹുവിന്റെ സഹോദരൻ ഇദ്ദോ നെതന്യാഹുവും കൊല്ലപ്പെട്ടുവെന്നാണ് മറ്റൊരു വാദം. അതേ വ്യോമാക്രമണത്തിൽ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗുറിന് പരിക്കേറ്റുവെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചാരണമുണ്ട്. ഈ ആക്രമണങ്ങൾ നടത്തിയതിന്റെയോ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന്റെയോ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയില്ല. ഈ വാർത്തകൾ ഇറാന്റെ പ്രൊപ്പഗണ്ടയാണെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ടെല്ലവീവിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ തകർന്ന സ്ഥലങ്ങൾ നെതന്യാഹു സന്ദർശിച്ചിരുന്നു. മാർച്ചിൽ ഇസ്രയേലിലെ ഏറ്റവും വലിയ തുറമുഖമായ അഷ്ഡോഡ് തുറമുഖത്ത് ഇസ്രയേലിന്റെ ഗതാഗത മന്ത്രി മിരി റഗവിനൊപ്പം സന്ദർശിക്കുന്ന ചിത്രങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുമുണ്ട്. US ഇസ്രയേൽ സംയുക്താക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നെതന്യാഹു ഇസ്രയേൽ വിട്ട് ജർമ്മനിയിലേക്ക് പോയതായി ഫ്ലൈറ്റ് റഡാർ ഡേറ്റ ഉദ്ധരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചാരണമുണ്ടായിരുന്നു. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവാകുന്ന മുജ്തബ ഖമനേയിക്ക് US ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ഇറാനിയൻ സ്റ്റേറ്റ് TV ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മുജ്തബയുടെ പിതാവും പരമോന്നത നേതാവുമായിരുന്ന ആയത്തുള്ള അലി ഖമനേയും മാതാവും സഹോദരിയും അടക്കം ഫെബ്രുവരി 28-ന് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പണ്ഡിത സഭ കഴിഞ്ഞ ദിവസമാണ് 56-കാരനായ മുജ്തബയെ തിരഞ്ഞെടുത്തത്. പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പണ്ഡിത സഭ മുജ്തബ ഇതുവരെ പരസ്യമായി പ്രത്യക്ഷപ്പെടുകയോ മാധ്യമങ്ങളിൽ പ്രസ്താവന നടത്തുകയോ ചെയ്തിട്ടില്ല. അതിനാൽ റമദാൻ ജാൻബാസ് എന്ന വിശേഷണം കൂടുതൽ ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചു. പരിക്കേറ്റതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങളെക്കുറിച്ച് പ്രധാന മാധ്യമങ്ങളും വിശദീകരണം നൽകുന്നില്ല. അദ്ദേഹം പരിക്കേറ്റ നിലയിലാണെന്നോ അല്ലെങ്കിൽ വ്യക്തിപരമായ മുറിവേറ്റ നിലയിലാണെന്നോ സൂചിപ്പിക്കുന്നതെന്ന് വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നു. ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ 150-ലേറെ US സൈനികർക്കാണ് പരിക്കേറ്റത്. 8 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 8 പേരാണ് ഇതുവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച റോയിട്ടേഴ്സിന്റേതാണ് റിപ്പോർട്ട്. പരിക്കേറ്റ സൈനികരിൽ 108 പേർ ഇതിനകം തന്നെ ജോലിയിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. മിഡിൽ ഈസ്റ്റിൽ അതിവേഗം വ്യാപിച്ച ഈ യുദ്ധത്തിൽ മേഖലയിലുടനീളം 100 ആളുകൾ കൊല്ലപ്പെട്ടു. ഇറാനിൽ കുറഞ്ഞത് 1270 പേർ മരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേൽ വ്യാപകമായ വ്യോമാക്രമണങ്ങൾ നടത്തിയ ലബനനിൽ കുറഞ്ഞത് 486 പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞയാഴ്ച സംഘർഷത്തിൽ കൊല്ലപ്പെട്ട 6 അമേരിക്കൻ സൈനികരുടെ വിവരങ്ങൾ പെന്റഗൺ പുറത്തുവിട്ടിരുന്നു. അതേസമയം യുദ്ധം 12-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വൻ ആക്രമണവും ഉണ്ടായി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.